എന്താണ് ടൊവിനോ തോമസ് നായകനെത്തുന്ന നരിവേട്ട എന്ന സിനിമയിൽ ചർച്ച ചെയ്യുന്ന മുത്തങ്ങ ആദിവാസി സമരം? വർഷം 1960. വനഭൂമി സംരക്ഷണ നിയമത്തിന്റെ പേരിലും യുഗലിസ് തോട്ട സംരക്ഷണത്തിന്റെ പേരിലും ആദിവാസി ജനങ്ങളെ മുത്തങ്ങയിലെ വനത്തിൽ നിന്ന് കാടിറക്കുന്നു. തങ്ങളുടെ പാരമ്പര്യ ഭൂമി ആയിട്ട് പോലും സർക്കാർ അവർക്ക് പകരം ഭൂമി നൽകാൻ തയ്യാറാകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഗോത്ര മഹാസഭാ നേതാക്കളായ CK ജാനുവിന്റെ M ഗീതാനന്ദന്റെ നേതൃത്വത്തിൽ 2002 സെക്രട്ടേറിയറ്റ് വളപ്പിൽ സമരം ആരംഭിക്കുന്നു. ഓരോരുത്തർക്കും 5 ഏക്കർ കൃഷിഭൂമി വീതം നൽകാം എന്ന കരാറിൽ സർക്കാർ ഈ സമരം ഒത്തുതീർപ്പാക്കുന്നു. പിന്നീട് ഈ കരാർ സർക്കാർ ലംഘിക്കുകയുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് ഏതാണ്ട് 4000-ഓളം വരുന്ന സമരക്കാർ മുത്തങ്ങയിലെ കാട് കൈയേറുകയും അവിടെ കുടിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ കുടിലുകൾക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീയിടുകയാണ് ഉണ്ടായത്. ആ ഉദ്യോഗസ്ഥരെ അവർ അവിടെ ബന്ദിയാക്കി പിന്നീട് വിട്ടയക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ആ കുടിലുകൾ വളയുകയും അവരുടെ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന് മുതിരാതെ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം ചെയ്ത് അവർക്ക് നേരെ പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുകയും വെടിവെക്കുകയും ചെയ്യുന്നു. അത് 2 പേർ മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനു മുകളിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അന്വേഷണമൊന്നും നടന്നൊന്നുമില്ല. അതിനുശേഷം ഇതിന്റെ നേതാക്കളായ CK ജാനുവിനെയും M ഗീതാനന്ദനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്നു. നമ്മുടെ ഈ മനുഷ്യത്വഹീനമായ പ്രവൃത്തികൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ 2018 ലോകം മൊത്തവും അന്നദാനവും മഹാദാനം നടന്ന നമ്മൾ തന്റെ വിശപ്പ് മാറ്റാനായി ഒരു പിടി അരി മോഷിച്ച മധു എന്നൊരു യുവാവിനെ അതിക്രൂരമായി ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കി കൊന്നതും ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചെയ്യാത്ത കുറ്റത്തിന് ചോദ്യം ചെയ്യുകയും പകരം അല്പം വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കുടിയടി എന്ന് പറഞ്ഞത്. പിന്നീട് ഇത്രയും വലിയ സമരത്തിന് ശേഷം അവിടെ ഇവിടെയൊക്കെ കുറച്ചു പേർക്കൊക്കെ പട്ടയഭൂമിയായി കിട്ടിയെങ്കിലും ഇന്നും ഭൂരിപക്ഷം ആൾക്കാരും കോടതി വരാന്തികൾ കയറിയിറങ്ങി വിചാരണകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ. ഇവിടെ ആദ്യം മാറേണ്ടത് നമ്മുടെ സർക്കാരോ നേതാക്കന്മാരോ ഒന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്, മനോവിചാരങ്ങളാണ്, മനോഭാവങ്ങളാണ്.